വെൽക്കം ടു ഓൾ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെബിയെ പറ്റിയിട്ടാണ്. എന്താണ് സെബി, അല്ലെങ്കിൽ സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, സെബിയുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ്, സെബിയുടെ ഗൈഡ് ലൈൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ് സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +2 മുതലേ പഠിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് സെബി എന്നുള്ള വേർഡ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? 1988 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി സെബി ആക്ട് എന്ന് പറയുന്നത് 1922 ബീങ് പാസ്ഡ് ബൈ ദി ഇന്ത്യൻ പാർലമെൻറ്റ്. ഇനി സെബിയുടെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? സെബിയുടെ ഹെഡ്ക്വാർട്ടർ എന്ന് പറയുന്നത് മുംബൈ ആൻഡ് ഹാസ് നോർത്തേൺ, ഈസ്റ്റേൺ, സദേൺ ആൻഡ് വെസ്റ്റേൺ റീജിയണൽ ഓഫീസസ് ഇൻ ന്യൂഡൽഹി, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് അഹമ്മദാബാദ്. ഇനി എന്താണ് സെബി? കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ വാസ് ദ റെഗുലേറ്ററി അതോറിറ്റി ബിഫോർ സെബി came into existence. It derived authority from the capital issues, അതായത് ആക്ട് 1947. അപ്പോൾ സെബിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? അതായത് സെക്യൂരിറ്റി മാർക്കറ്റുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ചുകളെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചുകളെ എന്ത് ചെയ്യുക? ഒന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ഇതെല്ലാം സെബിയുടെ മെയിൻ ആയിട്ടുള്ള റൂൾസാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് എൻഷുവർ സേഫ്റ്റി ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അവർക്ക് വേണ്ടതായിട്ടുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. അവർ ചെയ്യുന്നതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ടു പ്രൊമോട്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊമോട്ടിങ് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിന് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, ടു പ്രിവെൻറ്റ് ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഫ്രോഡുലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ട് വെച്ചെങ്കിൽ, അതായത് ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുകയാണ്, അൺഫെയർ ആയിട്ടുള്ള ട്രേഡാണ് നടക്കുന്നത് എങ്കിൽ അതിനെല്ലാം എന്ത് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതും സെബിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, ടു റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇൻ്റർമീഡിയറീസ്. ആർക്ക് വേണ്ടിയിട്ടാണത്? ആരെന്നെയാണ് ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നത്? അതായത് ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നവർ ആരൊക്കെ ആയിരിക്കാം? ബ്രോക്കേഴ്സ് ആയിരിക്കാം, ഏജൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അണ്ടർ റൈറ്റേഴ്സ് ആയിരിക്കാം, മെർച്ചൻ്റ് ബാങ്ക് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന വ്യക്തിയും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറീസ് ഉണ്ടായിരിക്കും. ആ ഇൻ്റർമീഡിയറീസിനെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. റെഗുലേറ്റ് ആൻഡ് ഡെവലപ്പിംഗ് എ കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇനി ടു റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. ഇതെല്ലാം എന്താണ്? സെബിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി പവേഴ്സ് ഓഫ് സെബി പറയുന്നുണ്ട്. കുറച്ച് പവറുകളുണ്ട് സെബിക്ക്, കുറച്ച് പവറുകളുണ്ട്. എന്തിൻ്റെയൊക്കെയാണ്? പവർ ഓഫ് സിവിൽ കോർട്ട്. നെക്സ്റ്റ് വൺ, പവേഴ്സ് ടു സസ്പെൻഡിങ് ട്രേഡിംഗ് ഓഫ് എനി സെക്യൂരിറ്റി ഇൻ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ, പവർ ടു റീസ്ട്രെയിൻ പേഴ്സൺ ഫ്രം ആക്സസിങ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അപ്രൂവ് ബൈ ലോസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, പവർ ടു മേക്ക് എ റെഗുലേഷൻ, പവർ ടു ക്യാൻസൽ സർട്ടിഫിക്കറ്റ്, പവർ ടു പ്രൊഹിബിറ്റ് ദ മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് സർട്ടിഫിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യാൻ, അതുപോലെ തന്നെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾക്ക് പ്രൊഹിബിറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ളതായിട്ടുള്ള റൈറ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കൺട്രോൾ ചെയ്യാൻ, അവർക്ക് വേണ്ടതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ, അത്തരത്തിലുള്ള കാര്യത്തിനെല്ലാത്തിനും സെബിക്ക് എന്തുണ്ടായിരിക്കും? പവർ ഉണ്ടായിരിക്കും. ഇനി മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. അതായത് സെബിയുടെ ബോർഡിൽ എങ്ങനെയാണ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും? ഇവിടെ നോക്കുക, ദ ചെയർമാൻ ഹൂ ഈസ് നോമിനേറ്റഡ് ബൈ യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ആരാണ്? ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ മെമ്പർ ഫ്രം ദ ഒഫീഷ്യൽസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI നിന്നുള്ള ഒരു മെമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, 2 members ഓഫീസേഴ്സ് ഫ്രം യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററി, 2 members ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? 5 members ഓഫ് ഹൂം അറ്റ്ലീസ്റ്റ്
3 shall be the whole time members appointed by the central government. ഓക്കെ, ഒന്നില്ലെങ്കിൽ 5 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 മെമ്പേഴ്സ് അതിലുണ്ടായിരിക്കും. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഇനി എങ്ങനെയാണ് ഇപ്പോൾ ഈ ചെയർമാനെ അല്ലെങ്കിൽ അതർ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ഈ ബോർഡ് സെലക്ട് ചെയ്യുന്നത്? എന്താണ് അവിടെ സെലക്ട് ചെയ്യുന്നതിന് എന്താണ് അവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? എന്തൊക്കെ നോക്കണം? ദ പേഴ്സൺസ് ഓഫ് എബിലിറ്റി, integrity and standing who have shown capacity in dealing with the problems relating to securities marketing. അതായത് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് ഡീൽ ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ ആ പേഴ്സൺ അതിൻ്റേതായിട്ടുള്ള എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ എബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ആ പേഴ്സൺസിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിലേക്ക് ചെയർമാനെ അല്ലെങ്കിൽ അതർ മെമ്പേഴ്സായിട്ട് ബോർഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് നോക്കുക, ഫ്രീ പ്രൈസിങ് ഓഫ് ഇഷ്യൂസ്. A new issue can be priced freely provided it is backed by promoters with a good track record of at least 5 years. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? ഫ്രീ പ്രൈസിങ് ഓഫ് ഇഷ്യൂസ് ആണ്. ഇനി എങ്ങനെയാണ് അവിടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ദ പ്രൊമോട്ടേഴ്സ് വിത്ത് ഗുഡ് ട്രാക്ക് റെക്കോർഡ് അറ്റ്ലീസ്റ്റ് 5 years എന്ന് പറയുന്നുണ്ട്. 5 വർഷത്തെ നല്ല രീതിയിലുള്ള ഒരു റെക്കോർഡായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അണ്ടർ റൈറ്റിംഗ് മെയ്ഡ് മാൻഡേറ്ററി. ദ ന്യൂ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി ഹാവ് ഡയറക്റ്റഡ് ഫുൾ അണ്ടർ റൈറ്റിംഗ് ഓഫ് പബ്ലിക് ഇഷ്യൂ. തേർഡ് നോക്കുക, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ. എ ന്യൂ കമ്പനി വിത്ത് നോ പ്രീവിയസ് ട്രാക്ക് റെക്കോർഡ് വിൽ പെർമിറ്റഡ് ടു ഇഷ്യൂ ക്യാപിറ്റൽ ഓൺലി അറ്റ് പാർ. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് അറ്റ് പാർ. ഇനി ഫോർത്ത് വൺ, പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് ഫിക്സ്ഡ് അറ്റ് 20% of total issue of less than ₹100 crore size and 20% of issue above ₹100 crore. ഓക്കെ, കോൺട്രിബ്യൂഷൻ ആണ് അവിടെ പറയുന്നത്. 25%ഉം 20% വെച്ചിട്ടുള്ളതും. ഇനി ഫോർ പബ്ലിക് ഇഷ്യൂ ഓഫ് എക്സിസ്റ്റിംഗ് ലിസ്റ്റഡ് കമ്പനീസ് ദ ഇഷ്യൂർ വിൽ ഹാവ് ടു ഡിസ്ക്ലോസ് ദ ഹൈ ആൻഡ് ലോ പ്രൈസസ് ഓഫ് ദ ഷെയർസ് ഫോർ ദി ലാസ്റ്റ് 2 years. ഇനി നോ ബോണ്ട്സ് ഇഷ്യൂ ഷാൾ ബി മെയ്ഡ് വിത്തിൻ 12 months ഓഫ് എനി പബ്ലിക് ഇഷ്യൂ ഓഫ് ഓർ റൈറ്റ് ഇഷ്യൂ. അപ്പോൾ സെബിക്ക് ഇത് മാത്രമല്ല ഗൈഡ് ലൈൻസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് സെബി, എന്തിനു വേണ്ടിയിട്ടാണ് സെബി, അല്ലെങ്കിൽ സെബി എന്താണ്, സെബി പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ എന്താണ് സെബിയുടെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ എന്താണ് സെബിയുടെ പവർ, ഇനി എത്ര തരത്തിലുള്ള മെമ്പേഴ്സ് അതിൽ ഒരു എക്സ്ചേഞ്ച് ബോർഡിൽ ഉണ്ടായിരിക്കും, അതായത് ഒരു സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡിൽ എത്ര തരത്തിലുള്ള മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ബോർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള സെബിയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതെല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.